നമസ്കാരം, എഡിറ്റേഴ്സ് അവറിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. KM Trading Flexi Carnival. You could win a brand new Lancer GLX 2000cc. Flexi, life easy. പ്രധാനമന്ത്രി നരേന്ദ്രമോദി പാകിസ്ഥാൻ സന്ദർശിച്ചു. നവാസ് ഷെരീഫിന്റെ കുടുംബ വീട് സന്ദർശിച്ചു. 1 മണിക്കൂർ ചർച്ച നടത്തി. രാജ്യ താൽപര്യത്തിന് വിരുദ്ധമെന്ന് കോൺഗ്രസ്. സന്ദർശനം ബിസിനസ് താൽപര്യത്തിനെന്നും വിമർശനം. എതിർപ്പുമായി ശിവസേനയും. BDJSന്റെ നേതൃത്വത്തിലേക്കില്ലെന്ന് വെള്ളാപ്പള്ളി നടേശൻ. തുഷാർ നയിക്കണമെന്ന ആലോചനാ യോഗത്തിൽ ആവശ്യമുയർന്നു. പാർട്ടിയുടെ ഭരണഘടന ഒരാഴ്ചക്കുള്ളിലെന്ന് വെള്ളാപ്പള്ളി. കോടതിയെ വിമർശിക്കുന്ന നേതാക്കൾക്ക് നീതിപീഠത്തോട് പുച്ഛം. കേരളത്തിലെ വിഭാഗീയത പാർട്ടി അംഗങ്ങളുടെ ഗുണനിലവാരത്തെ ബാധിച്ചെന്ന് CPM പ്ലീനം കരട് റിപ്പോർട്ട്. കൊഴിഞ്ഞുപോക്ക് തടയാൻ നടപടി വേണം. PBCC രഹസ്യങ്ങൾ പോലും ചോരുന്നത് അനഭിലഷണീയം. പ്ലീനം മറ്റന്നാൾ കൊൽക്കത്തയിൽ. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മുഖമാറ്റം ആവശ്യമില്ലെന്ന് കെ മുരളീധരൻ. ഉമ്മൻചാണ്ടിയുടെ ഭരണ നേട്ടങ്ങൾ തന്നെ പ്രധാന പ്രചാരണായുധം. DCC പുനഃസംഘടനയിൽ VM സുധീറിനെതിരെ പരാതിയുമായി ശശി തരൂർ ഹൈക്കമാൻഡിന് മുന്നിൽ. നിയമസഭാ തെരഞ്ഞെടുപ്പിന് കൂടുതൽ മുന്നൊരുക്കം വേണമെന്ന് PK കുഞ്ഞാലിക്കുട്ടി. തിരുപ്പിറവിയുടെ സ്മരണയിൽ ലോകം ക്രിസ്മസ് ആഘോഷിച്ചു. ദേവാലയങ്ങളിൽ കുർബാനയും പ്രത്യേക ശുശ്രൂഷകളും. മൂല്യങ്ങളിലേക്ക് മടങ്ങണമെന്ന മാർപ്പാപ്പ. ഇറ്റേഴ്സ് വിശദമായി. പാക് പ്രധാനമന്ത്രി നവാസ് ഷെരീഫിന്റെ ജന്മദിനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഹ്രസ്വ പാക് സന്ദർശനം. കാബൂളിൽ നിന്ന് മടങ്ങും വഴിയാണ് പ്രധാനമന്ത്രി ലാഹോറിൽ ഇറങ്ങിയത്. നവാസ് ഷെരീഫിന്റെ വസതിയിൽ 1 മണിക്കൂറിലധികം നേരം നീണ്ട കൂടിക്കാഴ്ചയിൽ നയതന്ത്ര ബന്ധം മെച്ചപ്പെടുത്തുന്ന കാര്യങ്ങൾ ചർച്ചയായി. ഇന്ത്യ പാകിസ്ഥാൻ ബന്ധത്തിലെ നിർണായക ചുവടുവയ്പായാണ് സന്ദർശനം വിലയിരുത്തുന്നത്. പാക് പ്രധാനമന്ത്രി നവാസ് ഷെരീഫിന് ജന്മദിനാശംസകൾ നേർന്നുകൊണ്ട് ട്വീറ്റ് ചെയ്തതിനു പിന്നാലെയാണ് അഫ്ഗാൻ സന്ദർശനത്തിന് ശേഷം ദില്ലിയിലേക്ക് മടങ്ങുന്നതിന് മുമ്പായി പാകിസ്ഥാനിലിറങ്ങി ഷെരീഫുമായി കൂടിക്കാഴ്ച നടത്തുമെന്ന് മോദി പ്രഖ്യാപിച്ചത്. വൈകിട്ട് 4:45 ലാഹോറിലെത്തിയ മോദിയെ വിമാനത്താവളത്തിൽ പാക് പ്രധാനമന്ത്രി നവാസ് ഷെരീഫും വിദേശകാര്യ മന്ത്രാലയം ഉദ്യോഗസ്ഥരും ചേർന്ന് സ്വീകരിച്ചു. തുടർന്ന് നവാസ് ഷെരീഫിന്റെ കുടുംബവസതിയിലായിരുന്നു കൂടിക്കാഴ്ച. 1 മണിക്കൂറിലധികം നീണ്ട കൂടിക്കാഴ്ച സൗഹൃദ സന്ദർശനത്തിനപ്പുറം നയതന്ത്ര വിഷയങ്ങളിലേക്കും കടന്നു. ഇരു രാജ്യങ്ങളും തമ്മിൽ ബന്ധം മെച്ചപ്പെടുത്തുന്ന കാര്യവും ചർച്ചയായി. ചർച്ചകൾ ശരിയായ ദിശയിലാണ് പോകുന്നതെന്നും കൂടിക്കാഴ്ചയ്ക്ക് ശേഷം പാക് വിദേശകാര്യ സെക്രട്ടറി ഐസാസ് ചൗധരി പറഞ്ഞു. നയതന്ത്ര ചർച്ചകളുമായി മുന്നോട്ടു പോകാൻ ഇരു നേതാക്കളും തീരുമാനിച്ചതായും ചൗധരി വ്യക്തമാക്കി. നേരത്തെ പാരീസിൽ ഇരു രാജ്യങ്ങളുടെയും പ്രധാനമന്ത്രിമാർ കൂടിക്കാഴ്ച നടത്തുകയും സെക്രട്ടറി തല ചർച്ചകൾ മുന്നോട്ട് കൊണ്ടുപോകാൻ തീരുമാനമെടുക്കുകയും ചെയ്തിരുന്നു. അതിനുശേഷം ബാങ്കോക്കിൽ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാക്കൾ കൂടിക്കാഴ്ച നടത്തുകയും കശ്മീർ അടക്കമുള്ള വിഷയങ്ങൾ ചർച്ചയിലൂടെ പരിഹരിക്കാൻ തീരുമാനമെടുക്കുകയും ചെയ്തിരുന്നു. തുടർന്നാണ് സുഷമ സ്വരാജ് പാകിസ്ഥാനിലെത്തി നവാസ് ഷെരീഫുമായി കൂടിക്കാഴ്ച നടത്തിയത്. ഏതായാലും ഇന്ത്യ പാക് നയതന്ത്ര ബന്ധത്തിലെ നിർണായക ചുവടുവയ്പായാണ് മോദിയുടെ സന്ദർശനത്തെ വിലയിരുത്തുന്നത്. റിപ്പോർട്ടർ, ദില്ലി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇപ്പോൾ മുൻ പ്രധാനമന്ത്രി AB വാജ്പേയിയുടെ വസതിയിലെത്തിയിരിക്കുന്നു. അദ്ദേഹത്തിന് ജന്മദിനാശംസകൾ നേരുന്നതിന് വേണ്ടിയാണ്. നേരത്തെ പാലം വിമാനത്താവളത്തിൽ വിദേശകാര്യമന്ത്രി സുഷമ സ്വരാജ് പ്രധാനമന്ത്രിയെ സ്വീകരിച്ചു. മോദിയുടെ ആരാധകരും പാലം വിമാനത്താവളത്തിലുണ്ടായിരുന്നു. രാകേഷ് ദില്ലിയിൽ നിന്നും. രാകേഷ്, അഫ്ഗാനിസ്ഥാനിൽ നിന്ന് മടങ്ങും വഴി നവാസ് ഷെരീഫിന് ജന്മദിനാശംസകൾ നേരുന്നതിനു വേണ്ടി ലാഹോറിൽ ഇറങ്ങുക, ലാഹോറിലെ 2 മണിക്കൂർ നവാസ് ഷെരീഫിൻ്റെ വസതിയിലെ സന്ദർശനത്തിന് ശേഷം ഇതാ ഇപ്പോൾ ദില്ലി പാലം വിമാനത്താവളത്തിൽ പ്രധാനമന്ത്രി ഇറങ്ങുമ്പോൾ സുഷമ സ്വരാജ് തന്നെ അദ്ദേഹത്തെ സ്വീകരിക്കുക, BJP പ്രവർത്തകർ അദ്ദേഹത്തിന് അനുകൂലമായി മുദ്രാവാക്യം വിളിക്കുക. അത് കഴിഞ്ഞതിന് ശേഷം നേരെ AB വാജ്പേയിയുടെ വസതിയിലേക്ക് പോവുക. AB വാജ്പേയിയുടെയും പിറന്നാൾ ദിനമാണിത്. വളരെ നീണ്ട ഒരു രാഷ്ട്രീയ സന്ദർശനങ്ങൾ പൂർത്തിയാക്കിയാണ് ഇന്നത്തെ ദിവസം മോദി അവസാനിപ്പിക്കുന്നത്. എന്താണ് ഇതിൻ്റെ പിന്നിൽ? നികേഷ്, തീർച്ചയായും ഇന്ന് ഉച്ചയോടുകൂടിയാണ് കാബൂളിൽ വെച്ച് പ്രധാനമന്ത്രി ട്വീറ്റ് ചെയ്യുന്നത്. ആദ്യം നവാസ് ഷെരീഫിന് ജന്മദിനം ആശംസിച്ചുകൊണ്ടായിരുന്നു മോദിയുടെ ട്വീറ്റ്. തുടർന്നാണ് മടങ്ങി വരും വഴി കാബൂളിൽ നിന്ന് ലാഹോറിലെത്തുമെന്നും നവാസ് ഷെരീഫുമായി കൂടിക്കാഴ്ച നടത്തുമെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കിയത്. 5 മണിയോടുകൂടിയാണ് ലാഹോർ വിമാനത്താവളത്തിൽ പ്രധാനമന്ത്രി എത്തിയത്. അവിടെ നവാസ് ഷെരീഫും ഒപ്പം തന്നെ പാക് വിദേശകാര്യ മന്ത്രാലയം ഉദ്യോഗസ്ഥരും മോദിക്ക് സ്വീകരണമൊരുക്കി. തുടർന്നാണ് നവാസ് ഷെരീഫുമായുള്ള കൂടിക്കാഴ്ച നടന്നത്. ലാഹോറിലെ തന്നെ ഷെരീഫിന്റെ കുടുംബ വസതിയിൽ വെച്ചായിരുന്നു കൂടിക്കാഴ്ച നടത്തിയത്. ഏതാണ്ട് 1.5 മണിക്കൂറിലധികം നേരം ഈ കൂടിക്കാഴ്ച നീണ്ടു നിൽക്കുകയും ചെയ്തു. എന്നാൽ ഇത് ജന്മദിന സൗഹൃദ സന്ദർശനം എന്നതിനപ്പുറം തന്നെ ഇത് നയതന്ത്ര വിഷയങ്ങളിലും ഈ ചർച്ചകൾ ഉയർന്നു വന്നു തന്നെയാണ് അറിയാൻ കഴിയുന്നത്. ഏതായാലും നയതന്ത്ര വിദഗ്ധരൊപ്പം തന്നെ രാഷ്ട്രീയ രംഗത്തുള്ളവരും അഭിപ്രായപ്പെടുന്നത് ഇത് മുൻകൂട്ടി നിശ്ചയിച്ചുള്ള ഒരു സന്ദർശനമാണ് എന്നാണ് പറയുന്നത്. അത് പ്രധാനമായും അവർ ചൂണ്ടിക്കാണിക്കുന്നത്. അല്ലെങ്കിൽ ഇത്തരത്തിലൊരു സുരക്ഷ ലാഹോറിൽ പെട്ടെന്നൊരു സുരക്ഷ ഒരുക്കാൻ സാധിക്കില്ല എന്നുകൂടി അവർ വിലയിരുത്തുന്നു. എങ്കിൽ പോലും ഇത് നയതന്ത്ര രംഗത്ത് ഒരു മികച്ച നീക്കം, ഇന്ത്യ പാക് ബന്ധത്തിലുള്ള ഒരു മികച്ച തുടക്കമായി തന്നെയാണ് വിലയിരുത്തുന്നത്. ഈ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം പാക് വിദേശകാര്യ സെക്രട്ടറി അത്തരത്തിലുള്ള പ്രതികരണം തന്നെയാണ് നടത്തിയിരിക്കുന്നത്. ഇന്ത്യ പാക് ബന്ധം ഊഷ്മളമാക്കുന്നതിന് ഈ സന്ദർശനം ഗുണം ചെയ്യുമെന്ന് തന്നെയാണ്
പാകിസ്ഥാൻ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. അത്തരത്തിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം ഊഷ്മളമാകുന്നതിന് ഈ സന്ദർശനം ഗുണം ചെയ്യുമെന്നും വിലയിരുത്തുന്നു. അതുകൊണ്ട് തന്നെ ഇത് വിദേശകാര്യ മന്ത്രാലയം ഇത് പെട്ടെന്ന് നിശ്ചയിച്ച സന്ദർശനമാണ് എന്ന് പറയുമ്പോൾ തന്നെ മുൻകൂട്ടി നിശ്ചയിച്ചതാണെന്നുള്ള വാദവും മറുവശത്ത് എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട. രാകേഷാണ് വിവരങ്ങൾ നൽകുന്നത്. ഇപ്പോൾ ദില്ലിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുൻ പ്രധാനമന്ത്രി എ ബി വാജ്പേയിയെ സന്ദർശിച്ചുകൊണ്ടിരിക്കുകയാണ്. വാജ്പേയിയുടെ പിറന്നാൾ ദിനത്തിൽ അദ്ദേഹത്തെ നേരത്തെയും നേരിട്ട് ചെന്ന് അദ്ദേഹം സന്ദർശനം നടത്തിയിരുന്നു. ഇപ്പോൾ അത് വീണ്ടും ആവർത്തിക്കപ്പെടുന്നു. ഒരുപക്ഷെ ഇന്ന് മോദി രാവിലെ തന്നെ അവിടെ പോകേണ്ടതായിരുന്നു, രാജ്യത്തുണ്ടായിരുന്നു എങ്കിൽ. പി എസ് ശ്രീധരൻപിള്ള, ടോം വടക്കൻ, ടി പി ശ്രീനിവാസൻ തുടങ്ങിയവർ നമ്മോടൊപ്പം ചേരുന്നു. ആദ്യം പി എസ് ശ്രീധരൻപിള്ള, ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ പാകിസ്ഥാൻ സന്ദർശനം ലോകം അറിയുന്നത് ഒരു ട്വീറ്റിലൂടെ. എന്താണ് അങ്ങനെ ഒരു സാഹസത്തിന് പിന്നിൽ? അല്ല, ഇത് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഒരു സൗഹാർദ്ദ സന്ദർശനം എന്നുള്ള നിലയിലാണ് അതിനെ കാണേണ്ടത്. അപ്പൊ കേന്ദ്ര സർക്കാരും ഭാഗത്തു നിന്നും അതുപോലെ തന്നെ പ്രധാനമന്ത്രിയുടെ ഭാഗത്തു നിന്നും BJP സോഴ്സിൽ നിന്നുമെല്ലാം ഇതില് അവകാശപ്പെടുന്നതും ഇതൊരു സൗഹൃദ സന്ദർശനം എന്നാണ്. സൗഹൃദ സന്ദർശനങ്ങൾ പലപ്പോഴും പല രാഷ്ട്ര നേതാക്കളും അന്യോന്യം സൗഹൃദ സന്ദർശനങ്ങൾ ഉണ്ടാകുന്നത് അത് പിന്നെ രാജ്യത്തിന്റെ നയതന്ത്രത്തിലേക്കും അതിന് ഗുണകരമായ അംശങ്ങളായി പല ട്രീറ്റുകളായി വരാന്, പല രാജ്യങ്ങൾ തമ്മിലുള്ള സൗഹാർദ്ദങ്ങളാകാൻ, നയതന്ത്രപരമായ തീരുമാനങ്ങൾ എടുക്കാനൊക്കെ അത് സഹായമാകാറുണ്ട്. പ്രത്യേകമായിട്ട് അതിലെപ്പോഴും അതിന് താല്പര്യം കൊടുക്കുന്ന ഒരാളാണ് നമ്മുടെ ഇന്നത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി. ഇപ്പൊ അദ്ദേഹം സന്ദർശിച്ചുകൊണ്ടിരിക്കുന്ന വാജ്പേയിജിയും അതേ ലൈനിൽ തന്നെ ചിന്തിച്ചിട്ടുള്ളയാളാണ്. അതിൽ നികേഷ്, ഒരു കാര്യം ഞാൻ രാഷ്ട്രീയമായിട്ട് ഇത് പറയാൻ ആഗ്രഹിക്കുന്നത്, BJP ജനസംഘ കാലം തൊട്ടുള്ള ചരിത്രം പരിശോധിച്ചോളൂ. എന്നും ഞങ്ങൾ പാകിസ്ഥാൻ വിരുദ്ധന്മാരാണ്, യുദ്ധക്കൊതിയന്മാരാണ്. BJP അധികാരത്തിൽ വന്നാൽ പാകിസ്ഥാനുമായിട്ട് യുദ്ധമുണ്ടാകും എന്ന് പറഞ്ഞുകൊണ്ട് കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് രംഗത്ത് പോലും നരേന്ദ്രമോദിക്കെതിരായിട്ട് അതെപ്പോഴും അങ്ങനെയാണ്. അങ്ങനെ വേറൊരു വാദം കൂടിയുണ്ട് ശ്രീ പി എസ് ശ്രീധരൻപിള്ള. ഇന്ത്യയിൽ ഹാർഡ്ലൈനേഴ്സ്, അതായത് BJP ഭരിക്കുമ്പോഴാണ് നെഗോഷിയേറ്റ് ചെയ്യാൻ നല്ലത് എന്ന് പാകിസ്ഥാനിലെ ഹാർഡ് കോർ എലിമെന്റുകൾ പറയും. ഇന്ത്യ എപ്പോഴും പാകിസ്ഥാൻ സൈന്യത്തോടാണ് സംസാരിക്കേണ്ടത് എന്ന് ഇന്ത്യയിലെ മിതവാദികൾ പറയും. ഇതൊക്കെ എല്ലാ കാലത്തും ഉണ്ടായിട്ടുള്ളതാണ്. അപ്പൊ നികേഷ്, അതിലുള്ള ഈ വാജ്പേയിയുടെ കാലത്തായാലും ഞാൻ പറഞ്ഞില്ല, ഒരുപാട് ചരിത്രം ഇതിനോട് ബന്ധപ്പെട്ടതുണ്ട്. ശരി, ഞാൻ മടങ്ങിയെത്താം. എല്ലാവരിലേക്കും പോയതിനു ശേഷം ഇവിടെ ശ്രീ ടി പി ശ്രീനിവാസൻ, ഡിസംബർ 25 ഇന്ത്യ പാക് നയതന്ത്രത്തിനൊരു സുപ്രധാന ദിനമായി ഇന്നത്തെ മോദിയുടെ സന്ദർശനത്തോടു കൂടി മാറുകയാണ്. നേരത്തെ തന്നെ അങ്ങനെയാണ് എങ്കിൽ തന്നെയും അത് കൂടുതൽ ഊട്ടി ഉറപ്പിക്കാൻ കഴിഞ്ഞിരിക്കുന്നു. എ ബി വാജ്പേയിയുടെ, നവാസ് ഷെരീഫിൻ്റെ, എന്തിന് ജിന്നയുടെ പോലും, ജീസസ് ക്രൈസ്റ്റ് കഴിഞ്ഞാൽ ജിന്നയുടേത് പോലും ജന്മദിനമാണ് ഇന്ന് എന്നുള്ളത് കൊണ്ട് ചരിത്രത്തിൽ ആ നിലയിലുള്ള ഒരു പ്രാധാന്യം ഇതിനുണ്ട് എന്ന് നമ്മൾ ഒരു ഡേറ്റിനെ പറ്റി വിലയിരുത്തുമ്പോൾ ഒരുപക്ഷെ ഇതൊരു തിരിച്ചു കൊടുക്കലായിരിക്കുമോ? 2 ദിവസത്തെ മുൻകൂട്ടിയുള്ള നോട്ടീസിൻ്റെ പുറത്താണ് നവാസ് ഷെരീഫ് സ്വെയറിങ്ങിനെത്തിയത്. അത് ഒരുപക്ഷെ ബന്ധങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഉലച്ചിലുണ്ടാകാം. പക്ഷേ വ്യക്തിപരമായി അന്ന് വളരെ പ്രാധാന്യം കൊടുത്തുകൊണ്ട് നവാസ് ഷെരീഫ് ദില്ലിയിലെത്തി. നവാസ് ഷെരീഫിന് ഒരു വ്യക്തിപരമായ പ്രാധാന്യമുള്ള, അദ്ദേഹത്തിൻ്റെ വീട്ടിലൊരു കല്യാണം നടക്കുന്നു, അദ്ദേഹത്തിൻ്റെ ജന്മദിനമാണ്. വ്യക്തിപരമായി ആ ഒരു കടം വീട്ടൽ കൂടിയായി ഈ സന്ദർശനത്തെ കാണാമോ? അത് തീർച്ചയായും ഇത് വളരെ ചരിത്രപരമായൊരു സംഭവമാണ്. പക്ഷേ സൗഹൃദ സന്ദർശനം എന്ന് പറയുമ്പോൾ കുറച്ച് സൗഹൃദം ഉണ്ടായിരിക്കണമല്ലോ. സൗഹൃദമില്ലാത്ത അവസരത്തിൽ സൗഹൃദ സന്ദർശനത്തിന് ആരും പോകാറില്ല. ഇന്ത്യ പാകിസ്ഥാൻ്റെ കാര്യത്തിൽ അങ്ങനെ ഒരു സംഭവം ഇതുവരെ ഉണ്ടായിട്ടില്ല. ലോക ചരിത്രത്തിൽ തന്നെ ഉണ്ടായിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പോൾ യൂറോപ്യൻ രാജ്യങ്ങളിലാണെങ്കിൽ നേതാക്കന്മാർ ഇതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോകുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ട്. കാരണം അവരത്രമാത്രം സൗഹൃദം അവിടെ നിലനിൽക്കുന്നു. നമുക്ക് ഇല്ലാത്തത് വിശ്വാസമാണ്. അപ്പോൾ ആ വിശ്വാസം ഇല്ലാത്ത സ്ഥിതിക്ക് ഇങ്ങനെയുള്ള ഒരു സമാധാനപരമായ അല്ലെങ്കിൽ സൗഹൃദപരമായ ഒരു അന്തരീക്ഷം ഉണ്ട് എന്ന് കാണിക്കുന്നത് ആർക്കാണ് പ്രയോജനപ്രദം എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഒരു നിലപാടുണ്ട്. അതിൽ നിന്ന് വ്യത്യസ്തമായി 2-3 തവണ നമ്മുടെ പ്രധാനമന്ത്രി ചർച്ചകൾക്ക് ഒരുങ്ങി. ഓരോ തവണയും അതിന് പ്രശ്നങ്ങളുണ്ടായി. അങ്ങനെയുള്ളൊരു സ്ഥിതിവിശേഷത്തിൽ ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ഈ പ്രശ്നങ്ങളിലേക്ക് പോകുന്ന സ്ഥിതിവിശേഷമുള്ളപ്പോൾ ചരിത്രം അറിയുന്നവർ ഇങ്ങനെ ഒരു സൗഹൃദ സന്ദർശനത്തിന് പോകുമോ എന്നുള്ള ചോദ്യമാണ്. കാരണം അതിൽ നിന്ന് ഉയർന്നു വരുന്ന പ്രതീക്ഷകൾ, നമ്മുടെ നാട്ടിലായാലും പുറത്തായാലുമുള്ള പ്രതീക്ഷകൾ പലപ്പോഴും സത്യമായി വരാറില്ല.
അപ്പോൾ ഞാൻ ആഗ്രഹിക്കുന്നത് ഇതിൽ നിന്ന് ശ്രീ വാജ്പേയി ബസ്സിൽ കയറി ലാഹോറിൽ പോയപ്പോഴുണ്ടായ തരത്തിലുള്ള അപകടങ്ങൾ ഉണ്ടാകരുതേ എന്ന് പ്രാർത്ഥിക്കുക മാത്രമേ നമുക്ക് ചെയ്യാൻ കഴിയൂ. ടി ശ്രീനിവാസൻ, അങ്ങനെ താങ്കൾ ഇപ്പോഴും ഭയക്കുന്നുണ്ടോ? അതായത് ഇന്ത്യയിലും പാകിസ്ഥാനിലും രണ്ടു പേരും സമാധാനപൂർവമായ ഒരു സമാഗമം സൃഷ്ടിക്കുന്നതിന് എതിരായ ഘടകങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ മറ്റൊരു ടെറർ അറ്റാക്കിനുള്ള സാധ്യത പോലും ചില നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. വാജ്പേയിയുടെ, താങ്കൾ നേരത്തെ പറഞ്ഞ പോലെ വാജ്പേയിയുടെ ബസ് യാത്ര കാർഗിലിൽ അവസാനിച്ചു എന്നതുപോലെ തന്നെ ഇപ്പോൾ പാകിസ്ഥാനിലുള്ള നവാസ് ഷെരീഫ് വിരുദ്ധർ അല്ലെങ്കിൽ നവാസ് ഷെരീഫിനോട് അനുകൂല മനോഭാവമില്ലാത്ത സൈനികർ, ഇവരെല്ലാം തന്നെയും മറ്റൊരു അപകടം ഇന്ത്യക്ക് സൃഷ്ടിക്കാനിടയുണ്ട് എന്ന ആശങ്ക താങ്കൾക്കുണ്ടോ? അത് നമുക്ക് മാത്രമല്ലല്ലോ, ലോകത്തിന് മുഴുവനും ആശങ്കയുണ്ട്. കഴിഞ്ഞ 3-4 ദിവസങ്ങളിലായി വരുന്ന വാർത്തകൾ, വിദേശ രാജ്യങ്ങളിൽ നിന്ന്, വിശേഷിച്ചും അമേരിക്കയിൽ നിന്ന് വരുന്ന വാർത്തകൾ നമ്മൾ കാണുന്നത് എന്താണ്? പാകിസ്ഥാൻ്റെ അണുവായുധ പരീക്ഷണങ്ങൾ വളരെയധികം മുന്നോട്ട് പോകുന്നു. അവർ ടാക്റ്റിക്കൽ വെപ്പൺസ് ഉണ്ടാക്കുന്നു ഇന്ത്യയെ ആക്രമിക്കാൻ എന്നൊരു വശത്ത്. ഇന്ത്യ ഡിസ്പ്രപ്പോർഷനേറ്റായിട്ട് അതിർത്തിയിൽ ബലം പ്രയോഗിക്കാൻ പോകുന്നുവെന്ന് മറ്റൊരു ഭയം. അപ്പോൾ ഈ ഭയം എല്ലാവർക്കും ഉള്ളതാണ്, വിദേശ രാജ്യങ്ങൾക്ക് വിശേഷിച്ചുമുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് അവരെല്ലാം കൂടെ നിർബന്ധിച്ചാണ് ഇന്ത്യയും പാകിസ്ഥാനെയും ഒന്നിച്ച് സംസാരിക്കാൻ ശ്രമിക്കുന്നത്. അത് മോസ്കോയ്ക്ക് റഷ്യക്ക് കാര്യമുണ്ട്. റഷ്യ ഒരു പുതിയ കാൽവയ്പ്പുകൾ വെച്ചിരിക്കുകയാണല്ലോ പാകിസ്ഥാനുമായിട്ടുള്ള ബന്ധത്തിൽ. അപ്പോൾ അദ്ദേഹം മോസ്കോയിൽ നിന്ന് വരുന്ന സമയത്ത് അങ്ങനെയുള്ള സമ്മർദ്ദങ്ങൾ അദ്ദേഹത്തിനുണ്ടായി എന്ന് വരാം. അതുപോലെ ഇന്ത്യയിൽ തന്നെ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിനെതിരായിട്ടുള്ള പല പരാമർശങ്ങളും ഉണ്ടാകുന്നു. അപ്പോൾ ഇതിൻ്റെ ആ സ്ഥിതിവിശേഷത്തിൽ ഇതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി ഒരു നടപടി എടുത്താൽ ഇതിനൊക്കെ സഹായകരമാകുമെന്നായിരിക്കും അദ്ദേഹത്തിൻ്റെ ആഗ്രഹം. പക്ഷേ ഇന്ത്യ ഇത് ശരിയാണ്, നമ്മളൊരു ട്വീറ്റിൽ കൂടെ ആയിരിക്കാം മോദിയുടെ പാക് സന്ദർശനം അറിഞ്ഞത്. പക്ഷേ അതിന് മുന്നോടിയായി നടന്ന കാര്യങ്ങളെല്ലാം തന്നെയും ഇത്തരമൊരു സന്ദർശനത്തെ അനിവാര്യമാക്കുന്നില്ലേ? ഉദാഹരണത്തിന് നവംബർ 30 പാരീസ് ക്ലൈമറ്റ് ഉച്ചകോടി വന്നത്. ആ സമയത്ത് നവാസ് ഷെരീഫും നരേന്ദ്രമോദിയും പാരീസിൽ വെച്ച് കാണുകയുണ്ടായി. അവർ തമ്മിലുള്ള ഒരു ബോഡി ലാംഗ്വേജ് ശരിയായി വന്നു എന്ന് അന്ന് തന്നെ മാധ്യമങ്ങൾ വിലയിരുത്തിയതാണ്. ബാങ്കോക്കിൽ അജിത് ദോവൽ NSA കൂടിക്കാഴ്ച നടന്നു. അതും അതിനുശേഷം ഇസ്ലാമാബാദിൽ സുഷമ സ്വരാജ് പോയി. അതും അജിത് ദോവലിൻ്റെയും അല്ലെങ്കിൽ NSA ലെവൽ കൂടിക്കാഴ്ചയുടെ ഫലമായിട്ടാണ് തൊട്ടടുത്ത ദിവസം തന്നെ സുഷമ സ്വരാജ് ഇസ്ലാമാബാദിൽ പോയത്. കോമ്പോസിറ്റ് ഡയലോഗ് തുടങ്ങും എന്ന് അവിടെ പ്രഖ്യാപനം നടത്തുന്നതിൻ്റെ തുടർച്ചയായി സ്വാഭാവികമായും ഒരു ലാഹോർ വിസിറ്റ് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതല്ലേ ഉള്ളൂ. ടോം, നികേഷ് ചോദിച്ച ചോദ്യം സിംപ്ലിസ്റ്റിക് ആണെങ്കിലും കോംപ്ലിക്കേറ്റഡ് ആണ്. കാരണം ഇവിടെ സംഭവിച്ചിരിക്കുന്നത് പാകിസ്ഥാന് കമ്പൾഷൻസ് ഉണ്ട്. കാരണം പാകിസ്ഥാനിന്റെ ഫണ്ടിങ് ഇപ്പോ റഷ്യ, US പല രാജ്യങ്ങളുടെ ഫണ്ടിങ് ഉണ്ട്. ഇപ്പൊ റഷ്യയാണ് ഒരു പുതിയൊരു ന്യൂ ഫൗണ്ട് ഫ്രണ്ട്. ഇതുവരെ ഹിസ്റ്ററി പരിശോധിച്ചാൽ ഇന്ത്യയാണ് റഷ്യ സപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇന്നിപ്പോ മോസ്കോയിൽ നിന്ന് വരുന്ന വഴിക്ക് അഫ്ഗാനിസ്ഥാനിലേക്ക് പോകുന്നു, കാബൂളിലേക്ക് പോകുന്നു, കാബൂളിൽ നിന്ന് പാകിസ്ഥാനിലേക്ക് ഒരു റീഡയറക്ഷൻ. കമ്പൾഷൻസ് പാകിസ്ഥാനിനുണ്ട്. അവരുടെ മിലിറ്ററി ഡിസ്പെൻസേഷനെ അവർക്ക് കാണിക്കണം. പീസ് ഇല്ല, എന്റെ ചോദ്യം അതല്ല. ശ്രീ ടോം വടക്കൻ, എന്തിനാണ് കോൺഗ്രസ് ഇങ്ങനെ അത്ഭുതപ്പെടുന്നത്? ശരിയായ വിധത്തിലുള്ള ഒരു നയതന്ത്ര നീക്കത്തിൻ്റെ അന്തിമയാത്ര എന്നുള്ള നിലയിൽ നരേന്ദ്രമോദി, നിങ്ങൾ 10 വർഷം കഴിഞ്ഞ ഒരു പതിറ്റാണ്ട് കാലം പാകിസ്ഥാനെ പോലെ ഇത്രയും നമ്മളൊരു സങ്കീർണമായ വിഷയം ആ പാകിസ്ഥാൻ്റെ മണ്ണിൽ കാലുകുത്താൻ കഴിയാതെ വിഷമിച്ചിരിക്കുമ്പോൾ ഈ പ്രധാനമന്ത്രിക്ക് ആദ്യത്തെ 17 മാസത്തിൽ അത് ചെയ്തെടുക്കാൻ കഴിയുകയാണ്. എവിടെയാണ് ചെയ്യാൻ പറ്റിയിരിക്കുന്നത്? 1500 ഇൻകർഷൻസ് ആണ് ബോർഡറിൽ നടന്നിരിക്കുന്നത്. അതൊക്കെ എപ്പോഴും ആവർത്തിക്കപ്പെടും. ഈ വർഷം തന്നെ 400 ഇൻകർഷൻസ് നടന്നു കഴിഞ്ഞിരിക്കുന്നു. എക്സ്ട്രീമിസ്റ്റ് സെപ്പറേറ്റിസ്റ്റ് ആക്റ്റീവ് ആണ്. അതെല്ലാം അവസാനിപ്പിച്ച് പോയാൽ മതി എന്നാണോ ഇന്ത്യയുടെ നയം വേണ്ടത് എന്നാണോ കോൺഗ്രസിന്റെ അഭിപ്രായം? അല്ല, നിങ്ങൾ റിവേഴ്സ് ഡയറക്ഷനിൽ മൂവ് ചെയ്യുമ്പോൾ രാജ്യത്തിന് അറിയണ്ടേ തുടരുക. പക്ഷേ ഇവിടെ ശ്രീ PS ശ്രീധരൻപിള്ള, ആഭ്യന്തര രംഗത്ത് നരേന്ദ്രമോദി ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന ഘട്ടത്തിലാണ് അതിൽ നിന്ന് താൽക്കാലിക മോചനം ആവശ്യപ്പെട്ടുള്ള ഒരു രാഷ്ട്രീയ നീക്കം എന്നുള്ള നിലയിൽ ലാഹോർ സന്ദർശിക്കുന്നത്. അല്ല, അത് ഒരു താങ്കൾ ആ പറഞ്ഞ കാര്യം ഒരു പരിധിയോളം ശരിയാണ്. കാരണം ഇവിടുത്തെ പ്രധാന പ്രതിപക്ഷം അവർക്ക് രാജ്യസ്നേഹമല്ല വലുത്, അവർക്ക് രാഷ്ട്രീയമാണ്.
ഞങ്ങളെ സംബന്ധിച്ച് രാഷ്ട്രമാണ് ഒന്നാമത്തേത്, രാഷ്ട്രം രണ്ടാമത്തേതാണ്. രാഷ്ട്ര നേട്ടം ഞാൻ അതിലേക്ക് ആ വിശദാംശങ്ങളിലേക്ക് ഒന്നും പോകുന്നില്ല ഈ ചർച്ചയിൽ. ഞാനൊരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു. ഇന്ത്യ രാജ്യത്തെ എങ്ങനെ മോശമാക്കാമോ അത് വിദേശ രാജ്യങ്ങൾക്കിടയിൽ ഒരുപക്ഷെ രാഷ്ട്രീയമായിട്ടുള്ള നരേന്ദ്രമോദിയുള്ള എതിർപ്പായിരിക്കാം. അല്ല ശ്രീധരൻപിള്ള, ഞാൻ ഈ പ്രതിപക്ഷത്തിന്റെ പാർലമെന്റ് തടസ്സപ്പെടുത്തലുകളെ കുറിച്ചൊന്നും അല്ല പറയുന്നത്. നിങ്ങളുടെ തന്നെ ഏറ്റവും മുതിർന്ന നേതാവായ LK അദ്വാനിയും അതുപോലെ തന്നെ മുരളി മനോഹർ ജോഷി അടക്കമുള്ളവരുടെ ഒരു സമിതി ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ. ആ സമിതിയുടെ പേര് ഞാൻ ഓർക്കാത്തതിന് എന്നെ കുറ്റം പറയരുത്. കാരണം ആ സമിതി ഇതുവരെ ചേർന്നിട്ടില്ല എന്നുള്ളത് കൊണ്ട് തന്നെ ഓർക്കാനുള്ള സ്വാഭാവികമായ കാരണമില്ലാത്തത് കൊണ്ട് ദിഗേശകാരണമായ രാഷ്ട്രീയത്തിലേക്ക് പോകുന്നത് ഞാൻ രാഷ്ട്രീയം പറയണം. അല്ല, ഞാൻ പറയുന്നത് ഒരു കാര്യമില്ല അതില്ല. കാരണം അവർ മാർഗദർശൻ മണ്ഡലമാണ്. ആ മാർഗദർശൻ മണ്ഡലമായാലും കൂടിയെന്നുള്ളതല്ല, അവരുടെ അദ്വൈത പ്രകാരം കാര്യങ്ങൾ പോകുന്നത്. അതുപോട്ടെ, അതിലേക്ക് ഞങ്ങൾ കടക്കുന്നില്ല. ഒരു കാര്യം വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കാം. ഷടനോട് ശാഠ്യമെന്ന നിലപാട് പാകിസ്ഥാന്റെ കാര്യത്തിൽ താങ്കളുടെ അറിവിലേക്കും പ്രേക്ഷകരുടെ അറിവിലേക്കുമായി ഇപ്പോൾ AB വാജ്പേയിയുടെ വസതിയിൽ നരേന്ദ്രമോദി എത്തുകയാണ്. അതിൻ്റെ തത്സമയ ദൃശ്യങ്ങളാണ് നാം കാണുന്നത്. അല്ല, അത് അല്പം നേരത്തെയുള്ള ദൃശ്യങ്ങളാണ്. അത് ഇപ്പോഴാണ് നമുക്ക് ലഭിക്കുന്നത് എന്നുള്ളതുകൊണ്ട് തുടരുക ശ്രീ PS ശ്രീധരൻപിള്ള. നികേഷ്, അങ്ങനൊന്നും BJP അതിന്റെ പേരൊന്നും പ്രശ്നങ്ങളൊന്നുമില്ല. അതൊക്കെ തന്നെ രാഷ്ട്രീയമാണ്. അങ്ങനെ മീഡിയകളൊക്കെ പറയട്ടെ. അപ്പൊ ഞാൻ ഒരു കാര്യം പറയാം. കോൺഗ്രസ് എന്നും അപ്പാടെ വിദേശ രംഗത്ത് പരാജയമാണ്. ഇത് 50 കൊല്ലം തൊട്ടിട്ട് കാശ്മീർ പ്രശ്നം UN കൊണ്ടുവന്നപ്പോൾ തൊട്ടുള്ള കാര്യം അതാ. അതിപ്പോ ഒരു ഇങ്ങനെ ചർച്ചയെ കൂടെ നമുക്ക് പറഞ്ഞ് എല്ലാം പറയാൻ സാധിക്കില്ല. കോൺഗ്രസിന് ഒന്നും ഒരിക്കലും, ഞാൻ ചോദിക്കട്ടെ, ഏത് രാജ്യത്തെ അവർക്ക് നമുക്ക് അനുകൂലമാക്കി നിർത്താൻ? അല്ലല്ല, പോട്ടെ, കോൺഗ്രസിനെ നമുക്ക് വിടാം. ഇവിടെ എന്താണ് ഈ മോദിയുടെ സന്ദർശനം കൊണ്ട് നേടാൻ പോകുന്നത് എന്നാണ് BJPക്ക് പറയാൻ കഴിയുക ശ്രീ PS ശ്രീധരൻപിള്ള? ഒരു ഗുണം വേണ്ടേ? അതെന്തായിരിക്കും? ഞാൻ പറയാം. BJP അധികാരത്തിൽ വന്നപ്പം ഞങ്ങളുടെ അടിസ്ഥാന പ്രമാണം പാകിസ്ഥാനും ഇന്ത്യയും ഒരു കോൺഫെഡറേഷൻ ആകണമെന്ന് 60കൾ ആവശ്യപ്പെട്ട പാർട്ടിയാണ് BJP ജനസംഘം. രാമനോഹർ ലോഹിയും അതേപോലെ തന്നെ പണ്ഡിറ്റ് ദീനദയാൽ ഉപാധ്യായ ഞങ്ങളുടെ എല്ലാം ടോംബടക്കൻ കേൾക്കുന്നുണ്ടല്ലോ. ടോംബടക്കൻ കൗരവരും പാണ്ഡവരും, അതാണ് വലിയ താരതമ്യം. അല്ല, ഞാൻ പറയട്ടെ. അപ്പൊ അങ്ങനെയുള്ള അതിനുവേണ്ടി ആവശ്യപ്പെട്ടപ്പം ഞാൻ ജവഹർലാലിനെ ബഹുമാനിക്കുന്ന ആളാണ്. പക്ഷെ കോൺഗ്രസിന്റെ നിലപാട് അന്നും രാഷ്ട്രീയമാണ്. അപ്പൊ ആ രാഷ്ട്രീയ നിലപാടിന്റെ അടിസ്ഥാനത്തിൽ അവര് അതിന് അനുകൂലമായില്ല. ഞങ്ങൾ എതിരല്ല. അഖണ്ഡ ഭാരതമുള്ള സങ്കല്പം ഇന്നും ഉള്ളിൽ കൊണ്ടു നടന്ന് പ്രാർത്ഥിക്കുന്നവർ അത് വരട്ടെ. പക്ഷേ ശ്രീ PS ശ്രീധരൻപിള്ള, നിങ്ങളുടെ പാകിസ്ഥാൻ നയമാകെ അവതാളത്തിലാണ്. നിങ്ങൾക്ക് ഇക്കാര്യത്തിലൊരു സ്ഥിരതയുള്ള നിലപാട് ഉണ്ടായിരുന്നില്ല. പാകിസ്ഥാൻ അടക്കമുള്ള സാർക്ക് രാജ്യങ്ങളെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ ക്ഷണിച്ചു കൊണ്ടുവരികയും ഒരു വലിയ തുടക്കത്തിന് നരേന്ദ്രമോദി തയ്യാറാവുകയും ചെയ്തു എന്നതൊക്കെ ഞാൻ സമ്മതിക്കുന്നു. പക്ഷേ പിൽക്കാലത്തുണ്ടായ പാകിസ്ഥാൻ നയം ആകെ തന്നെയും അവതാളത്തിലാവുകയാണ് ഉണ്ടായിട്ടുള്ളത്. ഊഫയിൽ വെച്ച് നിങ്ങൾ തീരുമാനിക്കുന്നു NSAമാർ സംസാരിക്കട്ടെ എന്ന്. അവിടെ കശ്മീർ വിഷയം ഉയർത്തും എന്ന് പാക് മണ്ണിൽ പറഞ്ഞല്ലാതെ അവിടുത്തെ ഒരു NSAക്ക് ഇന്ത്യയിലേക്ക് വരാനാവില്ല എന്ന് PS ശ്രീധരൻപിള്ളക്കും അറിയാം, എനിക്കും അറിയാം. പക്ഷേ അതിൻ്റെ പേരിൽ നിർബന്ധം പിടിച്ച് ആ ചർച്ച പോലും അവതാളത്തിലാക്കുകയാണ് നിങ്ങൾക്ക് ചെയ്തത്. ഒരു പക്വതയാർന്ന പാക് സമീപനം യഥാർത്ഥത്തിൽ മോദി സർക്കാരിനുണ്ടായിരുന്നില്ല. നികേഷ്, വിദേശ ബന്ധത്തിൽ പ്രത്യേകിച്ച് പാകിസ്ഥാനെ പോലെ ഏതാണ്ട് 1/3 ഭാഗം ഇന്നും തീവ്രവാദികളുടെ കയ്യിൽ, ആ തരത്തിലുള്ള ഹിൽ നേതാക്കന്മാരുടെ കയ്യിൽ എത്തിപ്പെട്ട ഒരു രാഷ്ട്രം, പട്ടാളം ഇന്നും അതീശത്വം പുലർത്തുന്ന ഒരു രാജ്യം, ആ രാജ്യത്ത് ഭരണകൂടമുണ്ട്. അപ്പൊ അതിനോട് പലപ്പോഴും അവരുടെ തീവ്രവാദ നിലപാടുണ്ടാകും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ ഷടനോട് ശാട്ടി അവരോട് വേണ്ടി വരും. പക്ഷെ അതേ സമയത്ത് അവിടുത്തെ ഭരണാധിപന്മാരുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ നേർവഴിയിലേക്ക് കൊണ്ടുപോകാൻ ശ്രമത്തിൽ എല്ലാം വരച്ച വഴിയിലൂടെ പോവോ ദേശബന്ധങ്ങൾ? തീർച്ചയായും TP ശ്രീനിവാസൻ അതിനോട് താങ്കളും യോജിക്കുമെന്നാണ് കരുതുന്നത്. മുൻകാലങ്ങളിൽ നയതന്ത്ര രംഗത്ത് വളരെ സജീവമായി പ്രവർത്തിച്ച അംബാസിഡർ എന്നുള്ള നിലയിൽ ഇപ്പോൾ ക്രിക്കറ്റ് ഡിപ്ലോമസി, ബർത്ത്ഡേ ഡിപ്ലോമസി, വെഡ്ഡിംഗ് ഡിപ്ലോമസി എല്ലാം ആകാം അല്ലേ? ഇത്തരം ചർച്ചകളിൽ നമുക്ക് ആത്യന്തികമായി എന്താണ് ആവശ്യം? നല്ല ബന്ധം വേണം. അതിന് ഇന്നലെ എന്ത് എന്ന് ആലോചിക്കുന്നതിനേക്കാൾ ഇന്നൊരു സാധ്യത ഉണ്ടെങ്കിൽ അത് തേടുന്നതല്ലേ നല്ലത്? പക്ഷേ ചരിത്രത്തിനെ നമുക്ക് ഇഗ്നോർ ചെയ്യാൻ കഴിയില്ലല്ലോ. അത് പുതിയ നടപടികൾ എടുക്കുമ്പോൾ, പുതിയ കാൽവയ്പ്പുകൾ നടത്തുമ്പോൾ നമ്മൾ ചരിത്രത്തിൽ നോക്കേണ്ട ആവശ്യമുണ്ട്. ഇല്ലെങ്കിൽ തെറ്റുകൾ വീണ്ടും വരാം. ഇപ്പോൾ 2-3 തവണ സംഭവിച്ചതുപോലെ ഇനിയും വരാവുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയുള്ള ഒരു നടപടി എടുക്കുമ്പോൾ, ഒരു കാൽവയ്പ് എടുക്കുമ്പോൾ അതൊരു തെറ്റിദ്ധാരണ ഉണ്ടാകുന്ന തരത്തിലാകാൻ പാടില്ല. അപ്പോൾ അങ്ങനെയുള്ള വിശ്വാസം അദ്ദേഹത്തിന് ഉണ്ടെങ്കിൽ, ഇതിൽ നിന്ന് എന്തെങ്കിലും നേടിയെടുക്കാൻ കഴിയുമെന്ന് അദ്ദേഹത്തിന് വിശ്വാസം ഉണ്ടെങ്കിൽ ഒരുപക്ഷെ ഇത് ന്യായീകരിക്കാവുന്നതാണ്. പക്ഷെ മറ്റു കാര്യങ്ങൾ ചരിത്രം നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്
പാകിസ്ഥാൻ ഗവൺമെൻറ്റിനെയോ നവാസ് ഷെരീഫിനെയോ വിശ്വസിക്കാൻ വളരെ പ്രയാസമാണ് ഇന്ത്യക്ക് എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് അവസാനമായി ശ്രീ ടോം വടക്കൻ, ഇപ്പോൾ ശ്രീ ടി പി ശ്രീനിവാസൻ പറയുന്നത് പാകിസ്ഥാനെയോ നവാസ് ഷെരീഫിനെയോ വിശ്വാസത്തിലെടുക്കാൻ കഴിയില്ല എന്ന് തന്നെയാണ്. എല്ലാ കാലത്തും ഇന്ത്യ അനുഭവിച്ചിട്ടുള്ള ഒരു പ്രതിസന്ധി തന്നെയാണത്. കാരണം പാകിസ്ഥാനിൽ ഒരുപാട് ഘടകങ്ങളുണ്ടല്ലോ. അവിടുത്തെ ഏറ്റവും സുപ്രധാന ഘടകമായ സൈന്യം ഈ കൂടിക്കാഴ്ചയെ പോസിറ്റീവായി എടുക്കുന്നുണ്ടോ, അതോ വേണമെങ്കിൽ വന്നു പോയിക്കൊള്ളട്ടെ എന്ന നിലപാട് മാത്രമാണോ എന്നുള്ളതാണ്. അപ്പോൾ പ്രതീക്ഷാ നിർഭരമായിരിക്കില്ല ഒരുപക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം മുൻകാലാനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ ഈ വിസിറ്റും. പക്ഷേ എങ്കിൽ പോലും അതിൻ്റെ ഒരു സാധ്യത തേടാനുള്ള നരേന്ദ്രമോദിയുടെ ആ ഇച്ഛാശക്തി ഉണ്ടല്ലോ, അതിനെ നമ്മൾ അഭിനന്ദിക്കണം. ഇച്ഛാശക്തി അഭിനന്ദിക്കാൻ പറ്റുമോ എന്നുള്ള ചോദ്യം, കാരണം ഒരു മെസ്സേജാണ് ഇന്ത്യ രാജ്യത്ത് അയക്കുന്നത്. പ്രൈം മിനിസ്റ്റർ നവാസ് ഷെരീഫിന്റെ ബർത്ത്ഡേക്ക് പോകുന്നു, അവിടെ അവരുടെ വീട്ടിൽ ലഞ്ചോ ഡിന്നറോ കഴിക്കുന്നു. മെസ്സേജ് എന്താ പോകുന്നത്? ഇന്ത്യ രാജ്യം പാകിസ്ഥാനായിട്ടുള്ള ബന്ധങ്ങൾ നന്നായി വരുന്നു. ഇത് എന്താണ്? ഡിഫൻസ് ഫോഴ്സസിന്റെ സിറ്റുവേഷൻ എന്താണ്? ഇത് മെസ്സേജ് തെറ്റായിട്ടാണ് പോകുന്നത്. കാരണം ഡിഫൻസ് ഫോഴ്സസ് എന്ന് ബോർഡറിൽ ഈ മഞ്ഞത്തും അല്ല, അതിന് കാര്യമുണ്ടോ? അത് BJP എല്ലാ കാലത്തും പറയുന്നതല്ലേ ശ്രീ ടോം വടക്കൻ? എന്തിനാണ് കോൺഗ്രസ് അതിന്റെ വാല് പിടിക്കുന്നത്? ഞാൻ പറയുന്നത് നവംബർ 30 പാരീസിൽ വെച്ച് ഇവർ രണ്ടുപേരും കണ്ടു, നമുക്ക് ഇനിയും കാണാമെന്ന് പറഞ്ഞ് പിരിഞ്ഞു. അത് കഴിഞ്ഞതിന് ശേഷം അജിത് ഡോവൽ ബാങ്കോക്കിൽ പോയി എന്തിനാണ് NSAയുടെ കൂടിക്കാഴ്ച നടത്തുന്നതൊക്കെ അന്ന് ചോദിച്ച ചോദ്യങ്ങളാണ്. ഇന്ന് നമുക്ക് അത് ചോദിക്കേണ്ട കാര്യമില്ല. അത് നടന്നു കഴിഞ്ഞിരിക്കുന്നു. അതിന്റെ തുടർച്ചയായിട്ടാണ് സുഷമ സ്വരാജ് പാകിസ്ഥാനിൽ പോയി കോമ്പോസിറ്റ് ഡയലോഗ് തുടങ്ങുന്നു എന്ന് അറിയിച്ചിരിക്കുന്നത്. നികേഷ്, ബോഡി ലാംഗ്വേജിന്റെ ബേസിസിനെയാണോ ഡിപ്ലോമസി നടക്കുന്നത്? ഒരു സ്ട്രക്ചേർഡ് ഡയലോഗാണ് ആവശ്യം. ആ സ്ട്രക്ചേർഡ് ഡയലോഗ് ഇല്ലാത്ത അവസ്ഥയിൽ എന്താണ് ഈ രാജ്യം മനസ്സിലാക്കേണ്ടത്? ഈ രാജ്യം മനസ്സിലാക്കുന്നത് ഇന്ത്യ പാകിസ്ഥാൻ റിലേഷൻ ഒരു ഫോർവേഡ് മൂവ്മെന്റ് ഉണ്ട്. എവിടെയാണ് ഈ ഫോർവേഡ് മൂവ്മെന്റ്? ഗ്രൗണ്ട് റിയാലിറ്റി എന്താണ്? നിങ്ങൾ പക്ഷെ വെറും ഒരു കച്ചവടക്കാരന്റെ ഇടനില മാത്രമാണ് ഇതിൽ കാണുന്നത് എന്നുള്ളത് നിർഭാഗ്യകരമല്ലേ? ഏതോ ഒരു കച്ചവടക്കാരനും അവിടെ ഉണ്ടായിരുന്നു. ആ കച്ചവടക്കാരൻ ഇടനില നിന്നുകൊണ്ടാണ് മോദി അങ്ങോട്ടേക്ക് പോയത്. ഞാൻ ചോദിക്കട്ടെ, അഡാനി ഓസ്ട്രേലിയയിൽ പോയി, ഇപ്പോ ജിന്ദൽ പാകിസ്ഥാനിലേക്ക് പോകുന്നു. എന്താണ് കോർപ്പറേഷന്റെ റോൾ എന്ന് പ്രൈം മിനിസ്റ്റർ വ്യക്തതയോടെ പറയട്ടെ. വ്യക്തമാണ് ശ്രീ ടോം വടക്കൻ. എന്തായാലും രാജ്യം ഉറ്റുനോക്കുന്നത് ഇത് തന്നെയാണ്. നരേന്ദ്രമോദിയുടെ സന്ദർശനത്തിന് എന്ത് പ്രത്യാഘാതമാണ് ഉണ്ടാവുക അന്താരാഷ്ട്ര തലത്തിൽ? വളരെ നന്ദി ശ്രീ ടി പി ശ്രീനിവാസൻ, ശ്രീ PS ശ്രീധരൻപിള്ള, ശ്രീ ടോം വടക്കൻ എഡിറ്റേഴ്സ് അവറിൽ പങ്കെടുത്തതിന്. ഒരു ഇടവേള.